നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് സമയത്ത് വിശ്വാസികളോട് നിലവിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞ ഗായിക KS ചിത്രയെ സോഷ്യൽ മീഡിയയിലെ ചിലർ വല്ലാത്ത രീതിയിൽ ആക്രമിച്ചപ്പോൾ ഒരു തവണ ചിത്രയോട് ക്ഷമിച്ചുകൂടെ എന്ന് ഒരു പരാമർശം നടത്തിയതേ ഉള്ളൂ ഗായകനായിട്ടുള്ള G. വേണുഗോപാൽ. അതിന് അന്ന് G. വേണുഗോപാലിനെ സംഖ്യകളെല്ലാം കൂടെ എയറിൽ കയറ്റി. എന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് മറ്റാരെയും പറ്റിയല്ല, SG എന്ന സുരേഷ് ഗോപിയെ പറ്റിയാണ്. അതിങ്ങനെയാണ്: തിരക്കുകളെല്ലാം ഒഴിയാൻ കാത്തുനിന്നു, എൻ്റെ കൺഗ്രാറ്റ്സ് മെസ്സേജ്, മിസ് കോൾ കണ്ടിട്ടാകണം സുരേഷിൻ്റെ ഫോൺ. ഞാൻ ചോദിച്ചു, സുരേഷേ, കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്ര നിയോഗ നിമിഷത്തിലാണ് നിങ്ങളെന്നറിയാമോ? വേണു, എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല. ഞാൻ ജയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൊള്ളാം, തോറ്റാൽ രാധികയ്ക്കും മക്കൾക്കും കൊള്ളാം. ഈ മനുഷ്യൻ എന്നും ഇങ്ങനെയായിരുന്നു, പ്രത്യേകിച്ചൊരു ആസക്തി ഒന്നിനോടുമില്ലാതെ. തന്നിലേക്ക് എത്തിച്ചേരുന്ന ജോലി പൂർണ്ണതയോടെ ചെയ്യാൻ തന്നെ മെഴുകുതിരി പോൽ ഉരുക്കിയൊഴിക്കുന്നൊരുത്തൻ. 38 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട അഭിനയമോഹിയായ ആ സുന്ദരൻ ചെറുപ്പക്കാരനെ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് കടുത്ത വാക്കുകൾ നേരിടേണ്ടി വന്നാൽ കണ്ണു നിറച്ചിരുന്ന ഒരു സുരേഷിനെ എനിക്കറിയാം. പിൽക്കാലത്ത് അറയ്ക്കുന്ന ആക്ഷേപവാക്കുകളും ചതിയുടെ 18 അടവുകളും നേരിടേണ്ടി വരുമ്പോൾ ഉള്ളിൽ രോഷം പതഞ്ഞ് പുകഞ്ഞ് നിയന്ത്രണം വിട്ട് പെരുമാറുന്ന സുരേഷിനെയും എനിക്കറിയാം. പക്ഷേ അവിടെയൊന്നും കൗശലക്കാരനായ ഒരു കാരിയറിസ്റ്റ് സുരേഷിനെ ഞാൻ കണ്ടിട്ടില്ല. പൊളിറ്റിക്കലി കറക്റ്റായ വാക്കുകൾ ഒരിക്കലും സുരേഷ് പറഞ്ഞിട്ടില്ല. സുരേഷിനെ ഇഷ്ടപ്പെടുന്നവർ അത് പ്രതീക്ഷിച്ചുമില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദേശവാഹകൻ സുരേഷിനെ തേടിയെത്തുമ്പോൾ സന്ദർഭവശാൽ ഞാൻ സുരേഷിനൊപ്പമുണ്ട്. ഇഷ്ടമുള്ളൊരു നേതാവിനെ കാണാൻ സംസാരിക്കാനായിരുന്നു അന്ന് സുരേഷിന് താല്പര്യം. കേരള BJPയുടെ നായകസ്ഥാനം സുരേഷിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ വിളിച്ചു. ഒരിക്കലും ഞാനത് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് കേന്ദ്രമന്ത്രി പദം ഒരു തളികയിൽ വെച്ച് നീട്ടി അതേ സന്ദേശവാഹകൻ എത്തുമ്പോൾ സുരേഷ് കൃത്യമായി പറഞ്ഞു, ഞാനാദ്യം ഒരു ഇലക്ഷൻ ജയിക്കട്ടെ, എന്നിട്ട് മതി. രാഷ്ട്രീയത്തിൽ ഇത്രയും ഒഴിഞ്ഞുമാറലുകൾ സാധ്യമാണോ? മേലാളന്മാർ അത് സമ്മതിക്കുമോ? ഞാൻ ചോദിച്ചു. എന്നെ ജനത്തിനും പാർട്ടിക്കും വേണമെങ്കിൽ മതി. വേണു, ആ ഒരു അവസരം വരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. BJP പോലത്തെ ഒരു കേഡർ ബേസ് പാർട്ടിയിൽ അതോടെ സുരേഷ് നിഷ്പ്രഭനാവുമെന്ന് ഞാനുൾപ്പെടെ പലരും വിശ്വസിച്ചു. ഇത്തവണത്തെ ഇലക്ഷന് മുൻപ് സുരേഷ് പാർട്ടിക്ക് മുമ്പിൽ വെച്ച ഒരാവശ്യം 2 വർഷം തനിക്ക് സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ്. എൻ്റെ വരുമാനം അതാണ്, കുടുംബത്തെ പോറ്റണം. കിട്ടിയതിനേക്കാളേറെ കൊടുത്തിട്ടുള്ളൊരുത്തനാണ് സുരേഷ് എന്നത് ജനങ്ങളെപ്പോലെ പാർട്ടിയും തിരിച്ചറിഞ്ഞു. അത്യപൂർവമായ ഈ നിസ്സംഗ സേവന സ്വഭാവം മറ്റുള്ളവരിൽ നിന്നെല്ലാം സുരേഷിനെ മാറ്റി നിർത്തുന്നു. ഇലക്ഷൻ ക്യാമ്പയിൻ കഴിഞ്ഞ് തളർന്ന് തരിപ്പണമായി വീട്ടിൽ ചികിത്സയുമായി കഴിയുന്ന സുരേഷിനെ ഞാൻ മടിച്ചു വിളിച്ചു. എനിക്കെത്തിച്ചേരാൻ സാധിച്ചില്ല, വിജയം ആശംസിക്കുന്നു. സുരേഷ് പറഞ്ഞു, എന്നോട് അടുപ്പമുള്ളവരോടെല്ലാം ഞാൻ പറഞ്ഞതാണ്, ആരും എൻ്റെ ക്യാമ്പയിനിങ്ങിന് വരണ്ട. സോഷ്യൽ മീഡിയയിലെ തെറി എനിക്ക് പരിചിതമാണ്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. ഇവിടെ കേരളത്തിൽ തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത പാർട്ടിയാണ് BJP. അത് മാറി വരും. MP ആയാലും ഇല്ലെങ്കിലും മന്ത്രി ആയാലും ഇല്ലെങ്കിലും സുരേഷ് നല്ലത് മാത്രമേ ആഗ്രഹിക്കൂ. എതിരാളികൾക്കും കേരളത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമാറാകട്ടെ സുരേഷേ. ചന്ദനം പോലെ മുഴുവനങ്ങ് അരഞ്ഞരഞ്ഞില്ലാണ്ടാകേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ സുരേഷിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്. ഒരൽപ്പം തടി, പരിമളം, ആരോഗ്യം രാധികയ്ക്കും കുടുംബത്തിനും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾക്കും ബാക്കി വെക്കുക. G. വേണുഗോപാൽ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. അങ്ങേയറ്റം ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പാണിത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.